അയ്യോ ഓഫീസ് വിട്ടപാടത്തന്നെ ഞങ്ങളോട് റെഡി ആകാൻ പറഞ്ഞു. എന്നിട്ട് റെഡി ആയിട്ട് ഞങ്ങളിപ്പോ നൈറ്റ് ഡ്രൈവിന് പോകുന്നു. എനിക്ക് തോന്നുന്നു ഈ ഇൻഫിനിറ്റി ബ്രിഡ്ജിൽ കൂടെ പോകാൻ പോകുന്നത് ജസ്റ്റ് ഒരു ചുമ്മാ ഡ്രൈവിലേക്ക് പോകുന്നത് ബുർജ് അൽ അറബിന്റെ അങ്ങോട്ടേക്ക് അല്ലേ ഷാജി? അതെ, ഞാനിന്ന് ഓഫീസിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയ പാടെ ഇവരെ വിളിച്ചു പറഞ്ഞു, ഓക്കെ നമുക്കൊന്ന് വെറുതെ ലക്ഷ്യമൊന്നുമില്ലാതെ എങ്ങോട്ടെങ്കിലും ഇങ്ങനെ വെറുതെ ഡ്രൈവിന് പോകാമെന്ന് പറഞ്ഞു. നൈറ്റ് വീക്കെൻഡ് ആയതുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ എത്തിയപ്പോഴത്തേന് ഇവർ ഒരുങ്ങിയിട്ട് താഴേക്ക് എത്തി. എന്നിട്ട് നമ്മൾ വെറുതെ വണ്ടിയിൽ കയറി നേരെ ഫിഷ് മാർക്കറ്റിന് മുമ്പിൽ കൂടെ പോയി നേരെ ഫിഷ് മാർക്കറ്റിൽ കയറിയില്ല, ഫിഷ് മാർക്കറ്റിൻ്റെ ഇവിടെ പോയി നേരെ പോയി ഇൻഫിനിറ്റി ബ്രിഡ്ജ് കയറി ഇറങ്ങി നേരെ ജുമേര ഭാഗത്തേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. കാരണം അവിടെ നല്ല റോഡാണല്ലോ, നല്ല ഒരു നൈറ്റ് ഡ്രൈവിന് പറ്റിയ റോഡാണ് ജുമേര റോഡ്. അതെ അതെ, ജുമേര റോഡ്. അപ്പോൾ നേരെ അങ്ങോട്ട് വെച്ച് പിടിക്കുവാണ് നമ്മളിപ്പോൾ കയറി ഇറങ്ങിയതാണ് ഇൻഫിനിറ്റി ബ്രിഡ്ജ്. കാര്യം അതിൻ്റെ ആർച്ചും കാര്യങ്ങളും കുറച്ചേ ഉള്ളെങ്കിലും ബ്രിഡ്ജിന് അത്യാവശ്യം നല്ല നീളമുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഫിഷ് മാർക്കറ്റ് കഴിഞ്ഞ പാടെ കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ മുതൽ ഏകദേശം ബർദുബായിൻ്റെ അടുത്ത് എത്താറാകുന്ന വരെയുണ്ട് ഈ ബ്രിഡ്ജ്. അല്ലല്ല, അതല്ല, അത് മുതൽ അതിന്റെ മെയിൻ സെന്ററാണെന്ന് എനിക്ക് തോന്നുന്നത്. അതെ അതെ, ഇത് എനിക്ക് തോന്നുന്നത് ഒരു 5-6 മാസമായിട്ടുള്ളൂ ഓപ്പൺ ആയിട്ട്, ഇത് ഈ ബ്രിഡ്ജ് ഓപ്പൺ ആയിട്ട്. അതുകൊണ്ട് തന്നെ ബർദുബായിലേക്കുള്ള അത്യാവശ്യം നല്ല ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട്. പണ്ട് ഷിൻഡഘട്ടാണെങ്കിലും കൂടി ഇതെല്ലാം കൂടിയിട്ടില്ല കയറിയപ്പോൾ നമ്മൾ. അപ്പോൾ അവിടുത്തെ ആ ട്രാഫിക്കും കാര്യങ്ങളെല്ലാം നല്ലോണം ഒഴിവായിട്ടുണ്ട്. ഇപ്പം കുറച്ചുകൂടെ മുമ്പോട്ട് പോയാലൊരു ഇതുണ്ട്, റൗണ്ട് ബോട്ട് ഉണ്ട്. അവിടെ നിന്ന് റൈറ്റ് പോയാലാണ് ജുമേര റോഡ്. ജുമേര അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു ഡ്രൈവിനൊക്കെ പറ്റിയ റോഡാണ്. 70 കിലോമീറ്ററാണ് മാക്സിമം സ്പീഡ്. അപ്പോൾ നമുക്കൊരു 90 വരെ പോകാം. പിന്നെ എന്താ പറയുക, പഴയ മ്യൂസിയം അവിടെയായിരുന്നു. അങ്ങനത്തെ സൂ അവിടെയാണ്. അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനമുണ്ട്. പിന്നെ നല്ല കെട്ടിടങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഇവിടുത്തെ ലോക്കൽ അറബികളൊക്കെ കൂടുതലും ഈവനിങ്ങിലൊക്കെ അങ്ങോട്ട് ഇഷ്ടം പോലെ ആൾക്കാർ പോകുന്നുണ്ടാവും. റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് ഇഷ്ടം പോലെ. ഇപ്പം നമ്മളിപ്പോൾ ജുമേര റോഡിൽ കയറി. നമ്മളിവിടുന്ന് വെറുതെ പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല. കുറച്ച് മുമ്പോട്ട് പോവുക, ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഡ്രൈവ് ചെയ്യുക, തിരിച്ചു വരിക, അത്ര അതാണ് പ്ലാനുള്ളൂ. ബുദ്ധിക്കകത്ത് തോന്നുന്നു എല്ലാം ചെയ്യുക. ജസ്റ്റ് ഒരു ചുമ്മാ ഡ്രൈവിൽ പോകുന്നു. നമ്മളുടെ മുന്നിൽ പോകുന്നതാണല്ലോ ടെസ്ല. ഈ ബ്രിഡ്ജ് ഉണ്ടോ നിത്യ? ഇത് കാണാൻ നല്ല ഭംഗിയുള്ള ബ്രിഡ്ജാണേ. ദുബായ് കനാലിന്റെ മുകളിൽ കൂടെ ഉള്ളതാണ്. ദുബായ് കനാൽ എന്ന് പറഞ്ഞാൽ അവിടെ അങ്ങനെ ഒരു കനാൽ ഇല്ലായിരുന്നു ആദ്യം. ഇല്ലാത്തൊരു കനാല് അവിടെ ഷെയ്ഖ് സയ്യിദ് റോഡ് ഇത്രയും വലിയ ഹൈവേ സ്റ്റോപ്പ് ചെയ്തിട്ട് പിന്നെ വഴിതിരിച്ച് വിട്ട് കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഇതാക്കിയിട്ട് അതിൻ്റെ താഴെ കൂടെ ഒരു കനാൽ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ കൂടെ ബ്രിഡ്ജ് ഉണ്ടാക്കി അങ്ങനെ ആക്കിയേക്കുന്ന. ഇത് കണ്ടായിരുന്നു കേട്ടോ, അതിന്റെ ലൈറ്റിങ്ങും ഇതെല്ലാം കണ്ടോ, നല്ല ഭംഗിയല്ലേ. ബ്രിഡ്ജ് അല്ല, ബ്രിഡ്ജ് അടി. അതിന്റെ അടി കൂടെ വെള്ളം ഒഴുകുന്നേ. അത് പണ്ട് ഉണ്ടാക്കുമ്പോ നമ്മളതിലേ പോയതാ ചെറുപ്പത്തില്. ഈ പാലം നോക്കി നല്ല ഭംഗിയല്ലേ, ലൈറ്റ് നോക്കി. ലൈറ്റ് ഇട്ടേക്കുന്നുണ്ടല്ലേ. റെഡ് ആയിരുന്നെങ്കിൽ ലണ്ടൻ ബ്രിഡ്ജ് പോലെ ഇരിക്കും. ഒരു മിനിയേച്ചർ ലണ്ടൻ ബ്രിഡ്ജ് ദുബായിൽ തന്നെ. രണ്ട് സൈഡിലും കുറെ ഇഷ്ടം പോലെ ഷോപ്പുകളുണ്ട് കേട്ടോ. ഷോപ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പോലെ വലിയ ഇതല്ല, കെട്ടിടങ്ങളല്ല. എല്ലാം മാക്സിമം എനിക്ക് തോന്നുന്നു 2-3 നില അത്രേ ഉള്ളൂ. അതിൻ്റെ മുകളിലേക്കില്ല. അങ്ങനത്തെ ബിൽഡിങ്ങുകളാണ് എല്ലാം ഉള്ളത്. അതും എനിക്ക് തോന്നുന്നു പണ്ടത്തെ വില്ലകളൊക്കെയാണെന്ന് തോന്നുന്നു. അതെല്ലാം കൺവേർട്ട് ചെയ്തിട്ട് ഷോപ്പുകളാക്കിയതാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങോട്ട് ക്ലിനിക്കിന്റെ ഒരു ഘോഷയാത്ര കേട്ടോ ആ ഭാഗത്തേക്ക് അല്ലേ. ഡെന്റൽ ക്ലിനിക്ക്, പ്ലാസ്റ്റിക് സർജറി, സ്പാ, അത് ഇത് അങ്ങനത്തെ എല്ലാമാണുള്ളത്. അങ്ങനെ നമ്മൾ നൈറ്റ് ഡ്രൈവിന് വന്നിട്ട് ബുർജ് അൽ അറബിന്റെ അടുത്ത് വരെ എത്തി. ഇതാണ്ട് നമ്മുടെ ബുർജ് അൽ അറബാണ് ബാക്കി കാണുന്നത്. ഇവിടം വരെ ജുമേര ബീച്ച് വരെ എത്തിയതാണ്. അവിടെ ജുമേര ബീച്ചാണ് കാണുന്നത്. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ ഇരിക്കുന്നു അല്ലേ ചാ? നമ്മളെ പോലെ ചെറിയ പ്രാന്തമുള്ള കുറെ പേരുണ്ട്. അത് നോക്ക്, ജുമേര ബീച്ചിൽ എന്തോരം ആൾക്കാരാണ്. പണ്ട് നമ്മൾ വന്നത് ഇവിടെ അല്ലേ, കൊറേ നാളായി ഇവിടെ വന്നിട്ട്. ഇവരൊക്കെ ചെറുപ്പത്തിൽ വന്നതാ. നമ്മള് ഇവിടെ ഉച്ചക്കുട്ടി ഇല്ലായിരുന്നു, യുവക്കുട്ടിയുടെ അതെ. ദുബായ് എന്ന് പറയുമ്പോൾ തന്നെ കാണിക്കുന്ന ഹോട്ടലാ കാണുന്ന ഇതാണ് ബുർജ് അൽ അറബ്.
ലോകത്തിലെ ഏറ്റവും പൊക്കമുള്ള ഹോട്ടലാണെന്നാണ് എൻ്റെ ഓർമ്മ. 7 സ്റ്റാർ ഹോട്ടലാണ്. ഇപ്പൊ അത് മാറിക്കാണുമായിരിക്കോ? അറിയില്ല, 25 വർഷമായി ഇത് പണിതിട്ട്. 1999 ഇത് പണിത് കഴിഞ്ഞത്. ഇതിന് മേളിലൊരു ഹെലിപ്പാഡ് ഉണ്ടല്ലേ, കുഞ്ഞി ഹെലിപ്പാഡ് പോലെ. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോ തോന്നുന്നേ ഇത് എത്രയാ, 57 നിലയല്ലേ? 56 നില. 56ആ? ഓക്കെ ഓക്കെ. 3 നില ഭൂമിക്കടിയിലാന്ന് തോന്നുന്നു. ആണോ? അങ്ങനെ കണ്ടത്. ഓ അത് ശരി. ഇതിന്റെ അടുത്ത് കിടക്കുന്ന ഇത് കണ്ടു കഴിഞ്ഞാൽ ഷിപ്പ് പോലെ ഉണ്ടല്ലോ, എന്താ സംഭവം? 2 സൈഡിലുണ്ട്. ഇവിടെയുണ്ട്, 2 സൈഡിലുണ്ടല്ലോ. ഇവിടെയുണ്ട്. അതിനോട് ചേർന്ന് നോക്കി വെച്ചാൽ കുറെ ഇങ്ങനത്തെ വില്ലകളാന്ന് തോന്നുന്നല്ലേ. നല്ല മറ്റേ ഈ സൈഡ് നോക്ക്, വില്ലകളാ. ചന്ദ്രൻ, നല്ല നിലാവ്, ബുർജുൽ അറബ്, അടിപൊളി. ഇത് മറ്റേ മഴ കട്ടൻ കാപ്പി ജോൺസൺ മാഷ് എന്ന് പറഞ്ഞ പോലെ ആയിപ്പോലെ. നമ്മൾ ഇത്രയും വരെ വന്നിട്ട് പോകാന്നോർത്തോണ്ട് തിരിച്ച് യൂട്ടേൺ എടുത്ത് പോരുമ്പോഴാണ് ബുർജുൽ അറബ് കണ്ടത് ദൂരെ. എന്നാ പിന്നെ അവിടം വരെ പോയിട്ട് പോകാന്നോർത്തോണ്ട് നേരെ വീണ്ടും തിരിച്ചു വിട്ടതാ. വീണ്ടും യൂട്ടേൺ എടുത്തു, നേരെ ബുർജുൽ അറബിലേക്ക് വിട്ടു. ബുർജുൽ അറബ് എത്തി. ഇതാണ് ജുമേര ബീച്ച്. ഇത് പബ്ലിക് ബീച്ചാണ്. തൊട്ടപ്പുറത്ത് പ്രൈവറ്റ് ബീച്ച് ഉണ്ട്. അവിടെ നമുക്ക് ആക്സസ് ഇല്ലാത്തതുകൊണ്ട് നമ്മളിതാ ഇവിടെ പബ്ലിക് ബീച്ചിൽ വന്നേക്കുന്നത് വെറുതെ. ഇപ്പൊ സമയം രാത്രി 12:45 അല്ലേ? 12:45. എല്ലാരും ഇങ്ങനെ ഇരിക്കുന്നല്ലേ ഇതിൻ്റെ അകത്ത്. ഇത് ക്രെയിനിന്റെ വെട്ടം. അങ്ങനെ ഇതാണ് ബുർജുൽ അറബിൻ്റെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല വ്യൂ. വേറെ കെട്ടിടങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ. അടുത്ത് വേറെ എന്താ ഹോട്ടലല്ലേ? ഹോട്ടലുണ്ട്. അതിനെ അവിടെ നമ്മുടെ ഇവിടെ ഈ ബീച്ചിൽ നിന്ന് അവിടെ നിന്ന് നോക്കിയത് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞ അതൊന്നും അറിയാതെ നമുക്ക് പോയേക്കാം അല്ലേ? നമ്മളങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടി നോക്കുവാണ്. അങ്ങനെ ബുർജുൽ അറബ് കണ്ടു, നല്ല ബുർജുൽ അറബ് രാത്രി കണ്ടു. ഇനി നമ്മൾ മെല്ലെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. സമയം 1 മണി, 12:52 അങ്ങനെ ബുർജുൽ അറബിനോട് വിടാം. പിള്ളേരെ കൊണ്ട് ടൂർ വന്നതാ. രാവിലെ ഇട്ട് ഡ്രസ്സ് മാറ്റിയിട്ടില്ല, വീട് ചെന്നിട്ട് വേണം മാറ്റാനായിട്ട്. നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പുറകിൽ ബുർജുൽ അറബാണ്. ലോകത്തിലെ 7 സ്റ്റാർ ഹോട്ടലാണ്. പോയേക്കിനി പോയേക്കാം വാ. എല്ലാരും ഉറക്കം പിടിക്കാൻ തുടങ്ങി. ബീച്ചിൽ ഇപ്പോഴും ആളുണ്ട് കേട്ടോ. ആൾക്കാർ നീന്തുന്നുണ്ട് ഇപ്പോഴും. രാത്രി 1 മണിക്ക് നീന്തുന്നുണ്ട് ആൾക്കാർ. വീക്കെൻഡ് അല്ലേ? വീക്കെൻഡ് ആയതുകൊണ്ട് ആൾക്കാരുണ്ട് ഇഷ്ടം പോലെ കേട്ടോ. പോയേക്കിനി അപ്പൊ ബൈ ബൈ ബുർജുൽ അറബ് അല്ലേ കേട്ടാ.